പല സംസ്കാരങ്ങളുടെയും കഥ പറയുന്ന മറ്റനേകം ചരിത്രങ്ങൾ ഉറങ്ങുന്ന കൊച്ചിയിലെ ചില കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. കൊച്ചി സീരീസിലോട്ട് സ്വാഗതം. കച്ചവടക്കാരുടെ ഒരു ഇഷ്ട നഗരമാണ് കൊച്ചി. ഞാനും ഒരു കച്ചവടക്കാരനാണ്. എൻ്റെ കച്ചവടവുമായി സംബന്ധിച്ച് കൊച്ചിയിൽ യാത്രകൾ ചെയ്യേണ്ടി വന്നതിൽ അവിടെ നിൽക്കേണ്ടതായും നിൽക്കുമ്പോൾ അവിടെ പല ഭക്ഷണശാലകളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടതായും വന്നിട്ടുണ്ട്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ താമസിച്ചപ്പോൾ എനിക്ക് കിട്ടിയ രണ്ട് അനുഭവങ്ങൾ, ഒരു നല്ല അനുഭവവും ഒരു അത്ര നല്ലതല്ലാത്തൊരു അനുഭവവും നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. അപ്പം ഈ എപ്പിസോഡിലോട്ട് സ്വാഗതം. ജന്മം കൊണ്ടൊരു ബ്ലോഗർ അല്ലെങ്കിലും കർമ്മം കൊണ്ടൊരു ബ്ലോഗറായി പോയതുകൊണ്ട് ഫോർട്ട് കൊച്ചി വന്നിട്ട് ബാലൻചേട്ടൻ്റെ തട്ടുകടയിൽ കയറാതെ പോയാൽ അതൊരു മോശമല്ലേ. ഇവിടെ പാർക്കിങ് നല്ല സീനാണ്. ഞാനിവിടെ ഒരു അടഞ്ഞു കിടക്കുന്ന കടയുടെ അടുത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലക്കിന് കിട്ടിയതാണ്. മിക്കയിടത്തും വണ്ടി ഇതെല്ലാം വന്ന് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു സ്ലോട്ട് കിട്ടി. ഈ കട തുറക്കുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് വരണം. അപ്പോൾ ബാലൻചേട്ടൻ്റെ കടയിലേക്ക് നമുക്ക് പോകാം. ബാലൻചേട്ടൻ്റെ കടയിലോട്ട് പോകാനുള്ള ലാൻഡ് മാർക്ക് വന്നത് ഈ പള്ളി കണ്ടോ. ആ പള്ളിയുടെ അവിടുന്ന് വലത്തോട്ട് പോകാൻ ആദ്യമായി ഞാൻ പോയത് ബാലൻചേട്ടൻ്റെ കടയിലോട്ടാണ്. കൂടുതൽ പേരും ആ കടയിലോട്ട് പോകാനാണ് എന്നോട് സജസ്റ്റ് ചെയ്തത്. കൂടുതൽ പേരും അങ്ങോട്ട് പോകാൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഉള്ളത് കൊണ്ടാണല്ലോ. അങ്ങനെ ഞാൻ ബാലൻചേട്ടൻ്റെ കടയിൽ പോയി. നല്ല തിരക്കുണ്ട്. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് ഒരു സീറ്റ് കിട്ടി. അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. എനിക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. ഓരോന്നായി വന്നു. ഒന്നും താമസം ഉണ്ടായില്ല. പിന്നെ ഭക്ഷണത്തിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. ബൈ. ഒരു ചിക്കൻ ഫ്രൈ വേണം, ഒരു ചായയും കൂടെ. അപ്പം ഇതൊരു തട്ടുകട, ബാലൻചേട്ടൻ്റെ തട്ടുകട എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ തട്ടുകടയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതിലും കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ആ സൗകര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തേ ഈ കടയിൽ നിങ്ങൾ പോകാൻ പാടുള്ളൂ. മട്ടൻ ചാപ്സും പൊറോട്ടയും ചായയുടെയും റേറ്റ് എത്ര? മട്ടൻ 130, ആ, പൊറോട്ട 24, ചായ 10 രൂപ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് കൂടുതൽ ബാലൻചേട്ടൻ്റെ കടയിലെ വിശേഷങ്ങളിലോട്ട് നമുക്ക് കാണാം. ബാലൻചേട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും ഒരു ഫുൾ മാർക്ക് കൊടുക്കും. ഈ വേറെ വ്ളോഗേഴ്സ് പറയുന്ന അതൊന്നുമല്ല. എനിക്ക് പേഴ്സണലി ആ ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു. എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനില്ല, പക്ഷേ വളരെ നല്ല ഫുഡാണ്. പൊറോട്ട ആണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. നല്ല പൊറോട്ടയാണ്, കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അതുപോലെ തന്നെ ഞാൻ മട്ടൻ ചാപ്സും പിന്നെ അതിൻ്റെ കൂടെ പൊറോട്ടയും ചായ കുടിച്ചു. ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടാമത് ഓർഡർ ചെയ്തു. പിന്നെ ഒരു ചിക്കൻ ഫ്രൈ, അത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ഓവറോൾ ഇത് രണ്ടെണ്ണം കഴിച്ചിട്ട് എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ഓർഡർ ചെയ്ത് നോക്കി. അതും നല്ലതായിരുന്നു. ചിലർ ഫുഡിനൊക്കെ റേറ്റിംഗ് പറയും 10 ഇത്ര 5 ഇത്ര എന്നൊക്കെ പറയും. എന്നിട്ട് ഒരു 10 മാർക്ക് ഒന്നും ആരും അങ്ങനെ കൊടുക്കത്തില്ല, അതിൻ്റെ താഴോട്ടുള്ളതാണ്. എന്നാൽ ഞാനൊരു റേറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ 10 എന്നുള്ളൊരു മാർക്ക് വെക്കും. എന്നിട്ട് നല്ല ഒരു ഫുഡാണെങ്കിൽ, നല്ല ഹാപ്പി ആയിട്ട് എൻ്റെ എക്സ്പെക്റ്റേഷനെ ഫില്ല് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ 10 മാർക്ക് കൊടുക്കും. ഇനി എക്സ്പെക്റ്റേഷൻ ഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ 10ൻ്റെ താഴോട്ട് കൊടുക്കും. ഇനി എക്സ്പെക്റ്റേഷനും ഫില്ല് ചെയ്തു, ഒരു എക്സ്പെക്റ്റേഷൻ്റെ എബവ് ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ 10ൽ ഞാൻ 11, 12, 13, 14, 15 അങ്ങനെ ഞാൻ മാർക്കിടും. അപ്പോൾ അത് ചിലർ പറയും ഇത് ലോജിക്കലല്ലല്ലോ എന്ന്. എൻ്റെ ലോജിക്കെന്ന് പറഞ്ഞാൽ
നമ്മുടെ എക്സ്പെക്റ്റേഷൻ അല്ലെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ടോപ്പ് മാർക്ക്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് വരുന്നത് അത് റെയർ ഇവൻ്റാണ്. ആ റെയർ ഇവൻ്റ് കൂടുതലൊരു ബോണസ് പോലെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു റെസ്റ്റോറൻറ്റ്സിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് വരത്തുള്ളൂ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 10 മാർക്ക് ഇടുവാണെങ്കിൽ ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് കിട്ടുന്നതിന് 10-ൽ 12, 10-ൽ 13, 10-ൽ 15 അങ്ങനെ ഞാൻ മാർക്കിടും. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇത് തെറ്റായിരിക്കാം, പക്ഷെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യും എൻ്റെ ഇനി ഫുഡിനെ കുറിച്ച് എന്തെങ്കിലും റിവ്യൂയോ കാര്യങ്ങളോ ഇടുവാണെങ്കിൽ. അപ്പോൾ ബാലൻ ചേട്ടൻ്റെ അത് ഔട്ട് ഓഫ് ദ വേൾഡ് ഒരു എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല, പക്ഷേ വളരെ നല്ല ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് കഴിച്ച എല്ലാ ഫുഡിനും ഓവറോൾ എക്സ്പീരിയൻസ് 10-ൽ 10 ഇടും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റ്സ് പല ലെവലിലുള്ളതായിരിക്കും, പല പ്രൊഫൈലിലുള്ളതായിരിക്കും, പല ലെവലിലുള്ള ടാർഗറ്റിനെ ഉദ്ദേശിച്ച് തുടങ്ങുന്നയാളും. അപ്പം അങ്ങനെയുള്ളിടത്ത് പോകുമ്പോൾ ഈ തട്ടുകടയിൽ പോയിട്ട് 5 സ്റ്റാർ എക്സ്പീരിയൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വേണം റേറ്റിംഗ് ഇടാൻ. അപ്പോൾ ഈ 10-ൽ 10 എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നോർമലി ആ ഒരു സെറ്റപ്പിലുള്ളൊരു ഹോട്ടലിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സർവീസും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 10-ൽ 10 ഫുഡും സർവീസും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഞാൻ ബാലൻചേട്ടൻ്റെ കടയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാട് പലതായിരിക്കാം, എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നു. ഇന്നലെ ഡിന്നർ ഞാൻ അറഫ എന്ന് പറഞ്ഞ ചുള്ളിക്കലുള്ള ഹോട്ടലിലാണ് പോയി കഴിച്ചത്. അപ്പം അവിടെ ഫുഡിനെക്കുറിച്ച് പറയുന്നതിലും കൂടുതലായിട്ട് അവിടുന്ന് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ്, അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ പറയുന്നത്. ഫുഡെന്ന് പറഞ്ഞാൽ ഓക്കെ പലർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡാണ്, ഒരു ആവറേജ് ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പാർക്കിങ് വളരെ പ്രയാസമാണ്. പാർക്ക് ചെയ്യാനായിട്ട് എങ്ങനെയെങ്കിലും, കാറിലൊക്കെയാണ് വളരെ ബുദ്ധിമുട്ട്. ഞാൻ ഇന്നലെ കാറിലാണ് പോയത്, ഇച്ചിരി കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്തിട്ടാണ് അവിടെ ചെന്നത്. ഞാൻ അവിടുന്ന് ഒരു ബിരിയാണിയും ചായയും ഓർഡർ ചെയ്തു. ഇപ്പം ബിരിയാണിയുടെ പറയുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണി നല്ല ബിരിയാണിയായിരുന്നു, പക്ഷെ ചിക്കൻ കണ്ടമാനം അവർ കുക്ക് ചെയ്ത് അതിൻ്റെ സത്തെല്ലാം വെളിയിൽ പോയി. ചിക്കന് ടേസ്റ്റ് ഇല്ല. ആ ടേസ്റ്റ് എല്ലാം കൂടെ ബിരിയാണിയുടെ മസാലയിലും റൈസിലും ഒക്കെ പോയിട്ടുണ്ട്. എന്നാൽ കുറേയിടത്ത് റൈസിനാണെങ്കിലും ഈ സ്റ്റോക്കിൻ്റെ ഒന്നും ടേസ്റ്റ് ഇല്ല. ഒരു 10-ലൊരു മാർക്ക് ഇടുവാണെങ്കിൽ ഒരു 7 ഇടാം. കഴിക്കാൻ പറ്റാവുന്ന ബിരിയാണിയാണ്. പിന്നെ ഈ ബിരിയാണിക്ക് വേണ്ടി കണ്ടമാനം വെയിറ്റ് ചെയ്തു. ഒരാളുടെ അടുത്ത് ഓർഡർ ചെയ്തു, കൊണ്ടുവന്നില്ല. പിന്നെ വേറൊരു ബംഗാളി ഒരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ളൊരു പുള്ളി വന്ന് ഓർഡർ എടുത്തിട്ടാണ് എനിക്ക് പിന്നീട് കിട്ടുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയ ദുരനുഭവം ഉണ്ടായി. എൻ്റെ ഓണറാണോ പാർട്ട്ണറാണോ ഏതോ ഒരാൾ ഒരു സ്കൾ ക്യാപ്പ്, അതായത് മുസ്ലിങ്ങളൊക്കെ ഇടുന്ന സൈസ് തൊപ്പിയും ഒരു ആട്ടിൻതാടിയൊക്കെ വെച്ചൊരു മനുഷ്യൻ, പ്രായമുള്ളൊരു മനുഷ്യൻ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം പുള്ളി വന്നിട്ട് പറയുക, ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലേ, നിങ്ങൾക്ക് കൾച്ചറില്ലേ. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഈ ഇൻ്റർനെറ്റ് കൾച്ചർ വന്നതും ഈ യൂട്യൂബും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതും ഒന്നും പുള്ളി അറിഞ്ഞിട്ടില്ലേന്ന് എനിക്ക് ഒരു ഡൗട്ടുള്ളതുപോലുണ്ട്. പുള്ളിയുടെ ആരെങ്കിലും റിലേറ്റീവ്സോ കൂട്ടുകാരോ ഒക്കെ കാണുവാണേ ഒന്ന് പറഞ്ഞ് മനസ്സിലായില്ല. ഞാനിപ്പോൾ വേറൊരു വരുത്തനാണ്, വെളിയിൽ നിന്ന് വരുന്ന ആളാണ്. എനിക്ക് പുള്ളിയെ പോയി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നി ഞാൻ പറയും. ഇപ്പം എനിക്ക് വേണേൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷെ അതൊന്നും അല്ല. ഇങ്ങനെയുള്ളവരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, അതാണ് ഒരു പ്രശ്നം. ഒരു ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പം ഒരു ഓവറോൾ എക്സ്പീരിയൻസാണ്. അത് ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല, അവിടെ കയറി ചെല്ലുന്നത്, ഇരിക്കുന്നത്, നമ്മളെ നോക്കുന്ന ആളുകൾ, സർവീസ്, ഫുഡ്, ഇവൻ റെസ്പെക്റ്റും ഉണ്ട്. അല്ലാതെ എന്തെങ്കിലും എടുത്ത് തിന്നിട്ട് പോടാ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. അങ്ങനെ സെർവ് ചെയ്യുന്ന പല റെസ്റ്റോറൻറ്റ്സ് ഇപ്പോഴും ഉണ്ട് പല സ്ഥലത്തും കേരളത്തിൻ്റെ. പക്ഷെ അതൊന്നും അല്ല ശരിക്കുള്ളൊരിത്. ഇപ്പം ഇതൊരു കൊച്ചിയിലൊരു സ്ഥലമാണ്, നല്ല ഫുട്ഫോളുണ്ട്,
ഗ്യാരണ്ടീഡ് ബിസിനസ് കിട്ടും, വർഷങ്ങളായിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ ഇങ്ങനെ അഹങ്കാരം കാണിക്കാൻ പാടില്ല. എനിക്ക് അഹങ്കാരമായിട്ടാണ് തോന്നി. ജസ്റ്റ് ഒരു റോഡ് കൺസ്ട്രക്ഷൻ മാറിയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് കോർപ്പറേഷൻ്റെ ഒരു വ്യത്യാസം വന്നാൽ മാറാവുന്ന ബിസിനസ്സേ ഉള്ളൂ ഇതൊക്കെ. അപ്പം ഇതിലൊന്നും കാര്യമില്ല. അപ്പം ഈ മാറിയ കൾച്ചറുകൾ മനസ്സിലാക്കുക, കൾച്ചർ ലെസ് എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇന്നലെ പുള്ളി വന്ന് പറഞ്ഞ ആ ഷോട്ട് ഞാൻ പറയും, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ കൾച്ചറില്ല, എഡ്യൂക്കേഷൻ ഉണ്ടോ, അതൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യാം. പെർമിഷൻ നിങ്ങളടുത്ത് ചോദിക്കാതെ എടുത്തത് എൻ്റെ തെറ്റാണ്. ഇനി എല്ലായിടത്തും ഈ പെർമിഷൻ ചോദിച്ച് എടുക്കണോ എന്നുള്ളത്, ഇപ്പോൾ കാലത്ത് എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കുന്ന. ഇനി പെർമിഷൻ ചോദിച്ചേ എടുക്കാവുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകാർ അങ്ങനെ എഴുതി വെക്കണം. അല്ലാതെ എടുത്തു കഴിയുമ്പോൾ വന്ന് വലിയ ആളാകുകയല്ല ചെയ്യേണ്ടത്. ഇതെനിക്ക് തോന്നിയത്. അപ്പം ഇതേപോലത്തെ അനുഭവം വേറെ ആൾക്കാർക്കും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ അറഫ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പം എനിക്ക് വലിയ ഫീലൊന്നും ആയിട്ടില്ല. പക്ഷേ ഞാനും റെസ്റ്റോറൻറ്റ് നടത്തുന്നതാണ്. വേറെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന വല്ലവരും ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഫുഡിനെ ഞാൻ പറഞ്ഞല്ലോ, ആവറേജ് ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. എക്സ്ട്രാ ഓർഡിനറി അവിടെ പാർക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ടി അവിടെ കൊണ്ടിട്ട് പോയി കഴിക്കേണ്ട ആ സംഭവമൊന്നുമില്ല. പിന്നെ അവിടുന്ന് ചായ കുടിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ബാലൻചേട്ടൻ്റെ അവിടുന്ന് ഞാൻ 2 ഗ്ലാസ് ചായ കുടിച്ചു. ഇവിടുത്തെ ചായ ഓക്കെയാണ്, പക്ഷെ ബാലൻചേട്ടൻ്റെ അവിടുത്തെ അത്ര ഒത്തില്ല. ഓക്കെ, ഇതാണ്. ഇനി അവർക്ക് വേറെ കുറേ ഫുഡുണ്ട്, അത് ഞാൻ ട്രൈ ചെയ്തില്ല, ഞാൻ ട്രൈ ചെയ്യാനും പോകുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ അവർക്ക് കുറേ ബംഗാളികളും അങ്ങനെയൊക്കെ ഉള്ള ലോക്കലായിട്ടുള്ള ചെറിയ പാവപ്പെട്ട ആൾക്കാരുടെയൊക്കെ ബിസിനസ്സുണ്ട്. അതുകൊണ്ട് അവർ ഇങ്ങനെ പോകുന്നു. നല്ലതാണ്, അങ്ങനെ ബിസിനസ് നടക്കട്ടെ. പക്ഷേ ഇങ്ങനെ പല രീതിയിലുള്ള കസ്റ്റമേഴ്സുണ്ട്. അവരെ ഇൻസൾട്ട് ചെയ്ത് വലിയ ആളായി അതിലൊന്നും കാര്യമില്ല. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് എനിക്ക് എൻ്റെ വേറൊരു ഫോർ കൊച്ചിയിൽ നിന്നുള്ള ഫുഡ് എക്സ്പീരിയൻസ് പറയാനുള്ളത്. കൊച്ചിയുടെ കഥകൾ ഇവിടെ ഒന്നും തീരുന്നില്ല. കൊച്ചിക്ക് ഇനിയും കുറേ കഥകൾ പറയാനുണ്ട്. ആ ഓരോ കഥകളുമായി ഞാൻ ഇനിയും വരാം. അപ്പം ബൈ.